യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരുകയാണ്. ദിയാധനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നിർണായകമായി. ഇതിനിടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട്. വധശിക്ഷ തന്നെ നൽകണം, ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതിനിടെ പറഞ്ഞു. നൽകിയത് മഹത്തായ സന്ദേശമെന്നും കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ പ്രതികരിച്ചു. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം നമുക്കെല്ലാം അറിയുന്നതുപോലെ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. 1920 മുതൽ ഈ പ്രശ്നം ലോകത്തിന്റെ വിവിധ മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോഴും അതിൽ ഇടപെട്ട് കാന്തപുരം വകുപ്പ് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട കൗൺസിലറായി ഇപ്പോൾ മാറിയിരിക്കുക. കാരണം മാധ്യമങ്ങളെല്ലാം കാന്തപുരം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, നമുക്കറിയാം ആശാവഹമായ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ യമനിൽ നിന്ന് വരുന്നത്. സമൂഹ മാധ്യമം വഴി ഇത്തരത്തിൽ തലാലിന്റെ സഹോദരൻ പ്രതികരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുന്നിലുണ്ട്. മാപ്പ് നൽകാൻ തയ്യാറല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ആര്യ, വധശിക്ഷ ലഭിക്കുന്നത് വരെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സഹോദരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു വലിയ കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ അനന്തര ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസമായി തുടരുകയാണ്. ഇന്നും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സുന്നി ആത്മീയ നേതാവുമായി ഇന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള നീക്കം എന്തെന്ന് വെച്ചാൽ ഈ സഹോദരനെയും മറ്റുള്ളവരെയും അനുനയിപ്പിക്കുക, ഒപ്പം തന്നെ ഈ മറ്റു പ്രതിനിധികളെ, അതായത് ഈ ഇവരെയൊക്കെ അനുനയിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇതിലൊരു സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിലൊരു വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ പരസ്യ പ്രതികരണങ്ങളൊക്കെ അത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് ഈ കേസിനെ വലിയ രീതിയിൽ മറ്റുള്ളവരുടെ, അതായത് ഈ കുടുംബത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ അവർ ഇതിന് പിന്നോക്കം പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാര്യങ്ങൾ അത് ഒഴിവാക്കണം, പരസ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ആശാവഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നലെ കോടതിയുടെ നടപടി അത് തന്നെയാണ് നമുക്ക് ഏറ്റവും മുന്നിലുള്ളത്. കാരണം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വധശിക്ഷ എന്ന് നടപ്പാക്കുമെന്ന് വ്യക്തമാക്കാതെയാണ് ഇത് നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള വേഗ വഴി എന്ന് പറയുന്നത് ഗോത്രവിഭാഗ നേതാക്കളെയും ഒപ്പം തന്നെ ഈ സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ്പ. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആശ്വാസം അകലെയാണോ എന്ന ആശങ്ക ഈ ഘട്ടത്തിൽ ഇല്ലാതില്ല എന്നതാണ് സാഹചര്യം.